അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇന്നത്തെ ചർച്ച അതായത് ഖാൻ കരിക്കുടി സാറിൻ്റെ വളരെ വിജ്ഞാനപ്രദമായ സൈക്കോളജി മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ സന്തോഷം നിലനിൽക്കാനാണ് നമ്മുടെ ഈ ഓരോ വീഡിയോയിലും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ആ കുടുംബ ബന്ധങ്ങളിൽ മാനസികമായ ഇണക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ സാറേ. അപ്പൊ അതിന് നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ മദ്രസകളിൽ തന്നെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നിച്ചിരുന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാം, ഒന്നിച്ച് നിസ്കരിക്കുക, ഒന്നിച്ച് ഖുർആൻ ഓതുക, ഒന്നിച്ച് ദിക്ർ ചെയ്യുക, ഒന്നിച്ചിരുന്ന് നല്ല ദീനീപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അതായത് മാനസികമായ വെറുപ്പുണ്ടാക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുക, സന്തോഷം പകരുന്ന കാര്യങ്ങൾ പറയാം. അതിലുപരി സാറേ ഇന്നറിയേണ്ടത് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കല്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുടുംബപരമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇന്ന് പരസ്പരം ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്, അവരവരായിട്ട് കഴിക്കുന്നത്. പക്ഷെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലുള്ള നേട്ടങ്ങൾ അതിൻ്റെ പറഞ്ഞാൽ ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറ്റിയെന്ന് ആളുകൾ പല സമയത്താണ്, പ്രത്യേകമായ ഒരു സമയമൊന്നുമില്ല, പല സമയങ്ങളാണ്. പലർക്കും പല ജോലികൾക്ക് പോകേണ്ടതെന്നുള്ളതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ആളുകൾ ഉണ്ടായാലും ഒരാൾ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് പറയും, ഒരാൾ മൊബൈലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇത് ഹോട്ടലിലെ പോലെ പല സമയങ്ങളിലും പല രീതികളിലാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ നേരത്തെ ഒന്നും അങ്ങനെ അല്ലായിരുന്നു, എല്ലാവരും ഒന്നിച്ചിരുന്നാണ്. പക്ഷേ സ്ത്രീകൾ ചിലപ്പോൾ രണ്ടാമതേ കഴിച്ചുള്ളൂ എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് അങ്ങനെയല്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ സമയം വേറെ ഒരു ചർച്ചയ്ക്ക് വേറെ ഒന്നുമില്ല. വീട്ടിലെ ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സാറേ, ഇന്നത്തെ കാലം ഒരു ഈ മൊബൈല് നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അതെ, കഴിക്കരുത്. അല്ല, അങ്ങനെ കാരണം പലരും എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കുകയും ചെയ്യും, മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് ശരിയായ ഒരു കാര്യമല്ല, ദീനീപരമായിട്ട് തെറ്റാണ്. കാരണം അത് അല്ലാഹു തആല തന്ന അന്നത്തെ നമ്മൾ നിസാരപ്പെടുത്തുന്ന ഒരു കാര്യം വരുന്ന അവിടെ വരുന്നുണ്ട്. അതെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടി വി കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ ശ്രദ്ധിച്ചുകൊണ്ടോ അല്ല ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾക്ക് കുട്ടികളുടെ സ്കൂൾ വിശേഷം അല്ലെങ്കിൽ മദ്രസ വിശേഷങ്ങളൊക്കെ തന്നെ കുട്ടികളോട് ചോദിക്കാം. ആ സമയത്ത് വീട്ടിലെ പ്രശ്നങ്ങളല്ല, വലിയ പ്രശ്നങ്ങളല്ല, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഇതൊക്കെ അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഒരു സമയമാണ് ഈ ഭക്ഷണം കഴിക്കുക. ഒരു കാര്യം പറയുന്നത്, ഇനി വേറൊരു ചർച്ചയുണ്ട്. ഒന്നിച്ച് ജോലി, ഒന്നിച്ച് ഭക്ഷണം, ഒന്നിച്ച് പ്രാർത്ഥന, എന്തായാലും ഒന്നിച്ച് ഉറക്കം എന്ന് വെച്ചാൽ എല്ലാവരും പല സമയത്തല്ല. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഒരു തത്വം. വളരെ ഉപകാരം. അപ്പം നമ്മൾ ഇപ്പോൾ ഉസ്താദ് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഇത് ചെയ്യുന്നതിന് ഖുർആൻ ഓതുന്നതായാലും ചർച്ചകളായാലും എല്ലാം ഒന്നിച്ചൊരു വീട്ടിലെ ഒന്നിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ പലതായി മാറുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഭക്ഷണം തന്നെ ആണെങ്കിലും എങ്ങനെ, ഇപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഒരാൾക്ക് കറി ഇച്ചിരി കുറവായാലും മറ്റേയാൾ അതിന് കൺസിഡറേഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചോറിൻ്റെ അളവ് നോക്കും, ഇല്ലേ? എല്ലാത്തിനും മാനസിക പൊരുത്തം ഉണ്ടാകും. ആ മാനസിക പൊരുത്തമാണ് വേണ്ടിയിരിക്കുന്നത്. ആ പൊരുത്തം ഉണ്ടാവണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. അതെ, അൽഹംദുലില്ലാഹ്. വളരെ ഇസ്ലാമിൽ തന്നെയും വളരെ ഈ ഐക്യത്തിന് വലിയ സ്ഥാനം നൽകുന്നു. ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം പോലും ജമാഅത്തായിട്ടാണ്. ജുമുഅ തന്നെ ആഴ്ചയിൽ ഒരിക്കലും ഒരു കൂടലാണ്. പെരുന്നാൾ പോലും ജനങ്ങളെല്ലാം കൂടെ മാനസികമായി അടുക്കാനുള്ള ഒരു വഴിയാണ്. ഹജ്ജ് പോലും അതിന്റെ ഒരു ചിഹ്നമാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടുക, സഹോദരങ്ങളെല്ലാം ഒരുമിച്ചാകുക എന്നതുപോലെ ഒരു കുടുംബത്തിലെ ഭദ്രത എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഐക്യമാണ്. ഐക്യത്തിന് ഏറ്റവും നല്ല മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് സാറിപ്പം നമുക്ക് പകർന്നു തന്നെ. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന്, അതായത് ചിലരെന്ന് പറയാൻ ഭക്ഷണം അടുക്കളയിൽ ഇരുന്ന് കഴിക്കും, ചിലർ ഡൈനിങ് ഹാളിൽ വരും, ചിലർ വേറെ ഭാഗത്തോട്ട് പോകും. പക്ഷെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ വളരെ ആ സന്തോഷവും കുടുംബജീവിതത്തിലെ ആ ഭദ്രതയൊക്കെ ആ സ്നേഹവും വർദ്ധിപ്പിക്കാനൊക്കെ ഉപകാരപ്പെടും. അൽഹംദുലില്ലാഹ്. വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് നമുക്ക് സാറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.